എൻ്റെ 12ാമത്തെ വയസ്സിൽ ഒരു സൺഡേ സ്കൂളിൽ വെച്ചാണ് ആദ്യമായി കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഭാഗ്യം കർത്താവ് തന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റിവൈവ് മീഡിയ ഒരുക്കുന്ന ഇടുക്കിയുടെ മണ്ണിൽ സുവിശേഷ ദൗത്യമായി എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മധ്യത്തിൽ അതിഥിയായി ഉള്ളത് പാസ്റ്റർ KG ഷീലാസ് അവറുകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. കർത്താവിൻ്റെ ദാസനിലേക്ക് നമുക്ക് പോകാം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ റിവൈവ് മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അങ്ങയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ? പ്രത്യേകിച്ച് ജനന സ്ഥലം, കുടുംബ പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എൻ്റെ ജന്മസ്ഥലം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് ഓലകെട്ടിയമ്പലം എന്ന സ്ഥലത്താണ്. അവിടെ എൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. ജോസഫ് ഡാനിയൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അമ്മ മറിയാമ്മ ജോസഫ്. 5 മക്കളിൽ ഉള്ളതിനിടയാൾ നേരത്തെ തന്നെ തൻ്റെ 7ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. തുടർന്ന് ഞങ്ങൾ 4 മക്കളുണ്ടായിരുന്നു. എനിക്ക് മൂത്തത് ഒരു സഹോദരി, ഇളയതൊരു സഹോദരി, അതിൻ്റെ ഇളയത് ഒരു സഹോദരൻ. അങ്ങനെ ഞങ്ങൾ 4 മക്കളായിരുന്നു. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം വീടിനടുത്തുള്ള തെക്കേക്കര UPSലും കൊയ്പ്പള്ളിവാരായ്മ ഹൈസ്കൂളിലുമായിരുന്നു. തുടർന്ന് അന്ന് PDC ആയിരുന്നു, അത് റാന്നി സെൻറ് തോമസ് കോളേജിലും. ഡിഗ്രി ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലുമായിരുന്നു. 71 ഡിഗ്രി കഴിഞ്ഞു. ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയിൽ 1.5 വർഷത്തോളം തുടർന്നു. 73 സ്നാനപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചത്. എൻ്റെ 12ാമത്തെ വയസ്സിൽ ഒരു സൺഡേ സ്കൂളിൽ വെച്ചാണ് ആദ്യമായി കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഭാഗ്യം കർത്താവ് തന്നു. ഞാൻ സ്നാനപ്പെടുമ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചി, ഇളയ സഹോദരൻ, ഞങ്ങൾ 4 പേരും ഒന്നിച്ചാണ് സ്നാനപ്പെട്ടത്. അത് സ്നാനത്തെക്കുറിച്ചുള്ള ദർശനം കർത്താവ് തന്നപ്പോൾ വൈകിട്ടുള്ള ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ സാവധാനത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും എൻ്റെ പിതാവും ഞാനും ഇളയ സഹോദരനും അമ്മയും ഞങ്ങൾ 4 പേരും കൂടി ഒരു ദിവസമാണ് സ്നാനപ്പെട്ടത്. രക്ഷിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം സൺഡേ സ്കൂളിൽ വെച്ചായിരുന്നു. ഓക്കെ. സൺഡേ സ്കൂളിൽ അന്ന് എനിക്ക് 12 വയസ്സുണ്ട്. അന്ന് സൺഡേ സ്കൂളിൽ വെച്ചാണ് ആദ്യമായി കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. പെന്തക്കോസ്ത് പശ്ചാത്തലമല്ല, സാൽവേഷൻ ആർമി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ അവിടെ വചനം നന്നായിട്ട് അവർ പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ അവർക്ക് സ്നാനം ഇല്ല. കൊടിക്കീഴിലുള്ള പ്രതിഷ്ഠ മാത്രമാണ്. എന്നാൽ സ്നാനത്തെക്കുറിച്ച് കർത്താവ് എനിക്ക് ദർശനം തന്നപ്പോൾ ഞാൻ വീട്ടിൽ ആ കാര്യം സംസാരിക്കുക. അങ്ങനെ ദൈവം പിതാവിനെയും മാതാവിനെയും ഇളയ സഹോദരനെയും ഒരുക്കി. അതിന് മുൻപ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, എൻ്റെ മൂത്ത സഹോദരി സ്നാനപ്പെട്ടു. അങ്ങനെ ദേവദാസന്മാരോട് വരികയും പോവുകയും ഒക്കെ ചെയ്തെങ്കിലും അത് ഉൾക്കൊള്ളുവാൻ അന്ന് എനിക്ക് കഴിഞ്ഞിട്ട്. ഈ നാട്ടുമ്പുറത്ത് വന്ന ഈ ഐക്യ ക്രിസ്ത്യ കൂട്ടായ്മ എന്ന് പറയുന്നത് മർത്തോമാ, CSI, യാക്കോബ, രക്ഷാസേന ഇവരെല്ലാം കൂടെ ചേർന്ന് മാസത്തിലൊരിക്കലും. അപ്പോൾ അതിൽ ഞാൻ സജീവമായിരുന്നു. അതിലൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ തിരുവല്ലയ്ക്ക് പോകുമ്പോൾ
യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു ക്രിസ്തു സ്നാനം ഏൽക്കുന്നത് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെ മനോഹരത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ച് അന്നത്തെ ആ നടത്തിപ്പുകാരനോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അത് നീ വേദവസ്തം വായിക്കാൻ പഠിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് തോന്നിയതാണ്. ശരിയായിരിക്കുമെന്ന് ഞാനും വിചാരിച്ചു. 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആ ഒരു ദർശനമുണ്ടായി. അപ്പോഴാണ് പിന്നെ ഞാൻ സ്നാനത്തെക്കുറിച്ച് പഠിക്കാൻ CLSയിൽ നിന്ന് ഈ ഉപദേശ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയി പഠിച്ചു. അത് വീട്ടിൽ ഇങ്ങനെ പറഞ്ഞാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരാനുണ്ട്. വിശ്വാസത്തിലേക്ക് അന്ന് വന്നെങ്കിലും ഈ കർത്താവിൻ്റെ വേലയ്ക്ക് പോകണമെന്നൊരു താല്പര്യമില്ലായിരുന്നു. കാരണം ഞങ്ങൾ 4 മക്കളിൽ ഡിഗ്രി വരെ പഠിച്ചത് ഞാനേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ എന്നിലായിരുന്നു. അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു. ഞങ്ങൾ ശാസനത്തിലായിരുന്നെങ്കിലും അപ്പച്ചൻ വളരെ ചിട്ടയോടും ദൈവഭയത്തിലും ഞങ്ങളൊക്കെ വളർത്തിയത്. സ്കൂളിൽ പഠിക്കുമ്പോഴേ എന്നെ ഉപദേശിച്ചെന്ന പിള്ളേർ വിളിച്ചത്. കോളേജിലും അങ്ങനെ തന്നെയായിരുന്നു. കാരണം അന്ന് മീശയൊന്നുമില്ല, അനാവശ്യമായ കൂട്ടുകെട്ടില്ല, സംസാരമില്ല. അതുകൊണ്ട് എല്ലാവരും ആ ഒരു രീതിയിലാണ് കാണുകയൊക്കെ ചെയ്തത്. അന്നൊക്കെ അത് വിഷമമായിരുന്നെങ്കിലും പിന്നീട് പിൽക്കാലത്ത് ദൈവം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതോർത്ത് ഇപ്പം സന്തോഷിക്കുന്നുണ്ട്. അപ്പം അന്ന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ചെറിയൊരു ജോലി ചെയ്തു എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് മറ്റ് ഒരു പ്രൊഫഷണൽ ജോലിയോട്ടൊന്നും ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ സാഹചര്യത്തിലൊക്കെ ഡിഗ്രിക്കാരൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അന്ന് ചെറിയ ജോലി എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് സർവീസിലുള്ള ഒരു ക്ലറിക്കൽ പോസ്റ്റായിരുന്നു. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. ശരി ശരി. എന്നോട് കൂടെ സർവീസിൽ കയറിയവരൊക്കെ തഹസീൽദാർ, പിന്നെ ഡെപ്യൂട്ടി കളക്ടർമാരും ഒക്കെ ആയിട്ടാണ് റിട്ടയർഡ് ആയത്. 73 സ്ഥാനപ്പെടാൻ ദൈവം ഭാഗ്യം തന്നു. ഏപ്രിൽ മാസം 26-ാം തീയതി അന്ന് രാത്രി തന്നെ ദൈവം തൻ്റെ ആത്മാവിനാൽ എന്നെ നിറച്ചു. പത്തിച്ചിറ യോനാച്ചൻ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് തലയിൽ കൈവച്ച് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നതായിട്ട് തന്നെ പറയുകയും ചെയ്തു. അടുത്ത ആഴ്ച തന്നെ ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഞാൻ PM ബിലിപ്പ് സാർ നടത്തുന്ന വടവാതിലുണ്ടായിരുന്നു ശാലിയം ബോയ്സ് സ്കൂളിൽ തിരുവേദന പഠനത്തിന് പോയി ചേർന്നു. എന്നെ അന്ന് ബോയ്സ് സ്കൂളിൽ കൊണ്ടാക്കിയത് ജോയി എന്ന് പറയുന്ന ഒരു അച്ചായനായിരുന്നു. അദ്ദേഹം ഇന്ന് ഇല്ല, നിത്യത്തിൽ ശ്രമിക്കുന്നു. അതിനുശേഷം 1 വർഷം മലപ്പുറത്ത് ഞങ്ങൾ വർക്ക് ചെയ്തു. ചർച്ച് മിനിസ്ട്രി ആയിരുന്നു അത് അന്നവിടെ ചർച്ചൊന്നുമില്ല. അവിടെ പിന്നെ കോട്ടയത്തുനിന്ന് ഒരു AE ഓഫീസിലേക്ക് പ്രൊമോഷനോടുകൂടി ഒരാൾ മലപ്പുറത്തിന് പോയി. പുള്ളി അവിടെ ചെന്നപ്പോൾ ആരാധനയ്ക്കുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഫയലെല്ലാം പരിശോധിച്ച് കോട്ടയംകാരുടെ എല്ലാം ലിസ്റ്റ് എടുത്തു. അതിൽ ബന്ധുക്കോസുകാരുമായിട്ട് അവരെല്ലാം കൂടെ പുള്ളി അന്ന് ഈ കത്തിൻ്റെ സൗകര്യമുള്ളൂ, അതെ, വിളിച്ചു കൂട്ടി. അങ്ങനെയാണ് മലപ്പുറത്ത് വേല ആരംഭിച്ചത്. 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടുന്ന് തിരിച്ച് കോട്ടയത്തിന് വന്നപ്പോൾ ബിലിപ്പ് സാറ് എന്നെയും ജോർജ് കുട്ടിയും കൂടെ അങ്ങോട്ട് വിട്ടു. അത് ഏത് വർഷമായിരുന്നു? അത് 74-75 അവസാനം. ഓ ശരി ശരി. അവിടെയാണ് പാസ്റ്റർ മിനിസ്ട്രി തുടങ്ങുന്നത്. പക്ഷേ ഒരു സഭാചാർജിൽ ഞാൻ എത്തുന്നത് വണ്ടിപ്പെരിയാർ വാളാടിയിലാണ്. അതായത് ഇടുക്കി ഡിസ്ട്രിക്റ്റിനാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ.
അവിടെ ഞാൻ 6 വർഷം ഉണ്ടായിരുന്നു ആ ആ വാളാടിയിൽ. ആ. ഏത് ഡിനോമിനേഷനുമായി ബന്ധപ്പെട്ട? IPC IPC. ശരി ശരി. അത് വർഷം ഏതായിരുന്നു? ഞാൻ അവിടെ പിന്നെ പോകുന്നത് 75-ലാണ് പോകുന്നത്. 74-ന്റെ അവസാനം 75-ന്റെ ആദ്യ നാളുകൾ മലപ്പുറത്തുനിന്ന് പോകുന്നായിരുന്നു. മലപ്പുറത്ത് ഈ കൂട്ടായ്മയിൽ നമുക്ക് വളരാനൊരു ഈ ആഴ്ച വരുന്നവർ അടുത്ത ആഴ്ച വരത്തില്ല, ദൂരമാണ്. അന്ന് അവർക്ക് 10-25 രൂപ വണ്ടിക്കൂലിയും മറ്റ് ആഹാരവും ആയിട്ട് ചിലവുണ്ട്. പിന്നെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ആകെ കിട്ടുന്നത് 75 രൂപയാണ് അല്ല കോട്ടയത്ത് നിന്ന് കിട്ടുന്നത്. അത് അപ്പം അതുകൊണ്ട് അവർ ഒരാഴ്ച വരുന്നവർ അടുത്ത ആഴ്ച വരത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഫിലിപ്പ് സാറിനോട് പറഞ്ഞിട്ട് നേരെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പിന്നെ എന്നെ വണ്ടിപ്പെരിയാറ്റിൽ അയച്ചു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്തുകൊണ്ടാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? ഈ സത്യം പറയുകയാണെങ്കിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് എനിക്ക് വരണമെന്നൊന്നും താല്പര്യമില്ലായിരുന്നു. ഞാൻ കോട്ടയത്ത് മറിയപ്പള്ളി സഭയിൽ ഒരു 4 വർഷം ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു 7 ദിവസത്തെ ഉപവാസത്തിൽ. ശരി. അന്ന് കങ്ങഴയുള്ള ഒരു തങ്കമ്മ സഹോദരി ആ പ്രാർത്ഥനയിൽ വന്നിട്ട് പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞ് അടുത്ത പ്രാവശ്യം പാസ്റ്റർക്ക് ഇവിടെ നിന്ന് സ്ഥലം മാറ്റുക, പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് 4-ാമത്തെ വർഷമാണ് ഞാനവിടെ ചെന്നിട്ട്. അപ്പം മാറാൻ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചായിരിക്കും പുള്ളിക്കാരി പറഞ്ഞതെന്ന് ഞാൻ ധരിച്ചു. ആ പ്രാർത്ഥനയിൽ തന്നെ PMGയിലെ ഒരു ജയൻ എന്ന് പറഞ്ഞൊരു ദേവദാസനുണ്ട്, തിരുവനന്തപുരം മാവേലിക്കരയാണ്. ശരി. അദ്ദേഹം നല്ല പ്രവചനമാണ്, എലിയും കത്രിയും പോലെയാണ്. അപ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കാൻ ഞാൻ അന്ന് ഒരു തിരുവല്ല തൻ്റെ ഭാര്യ വീട്ടിൽ താമസിക്കും. അവിടെ ചെന്ന് പിന്നെ ഡേറ്റൊക്കെ കൊടുത്തു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ മുറ്റത്തും ആയില്ല, വരാന്തയിൽ ഇറങ്ങിയതുള്ളപ്പോഴേ പറഞ്ഞ് പുള്ളിക്കാരൻ പുറകിൽ നിന്ന് വിളിച്ചറിഞ്ഞു അടുത്ത പ്രാവശ്യം പാസ്റ്റർ ഹൈറേഞ്ചിലേക്കായിരിക്കും മാറ്റം. ഒരു സ്ഥലപ്പേരും പുള്ളി പറഞ്ഞു, ഒരു കണ്ടവ, അതിന് മുൻപ് ഒരു പദം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ഹൈറേഞ്ചിനെ കുറിച്ച് കുറേയൊക്കെ എനിക്കറിയാം. കാരണം ഇവിടുത്തുകാർ ഫിലിപ്പ് സാറിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിരുന്നതുകൊണ്ട് ഹൈറേഞ്ചിലോട്ട് വരണമെന്ന് എനിക്ക് മാനുഷികമായ രീതിയിൽ താല്പര്യമില്ല. പിന്നെ 2 പേരുടെ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇവർ 2 പേരിൽ കൂടി ഞാൻ വന്നു. അങ്ങനെയാണ് ഞാൻ ഹൈറേഞ്ചിലേക്ക് പോരുന്നത്. സ്ഥലമാറ്റ സമയത്ത് ഞാൻ ഫിലിപ്പ് സാറിനോട് എന്ന് പറഞ്ഞു, സാറേ എനിക്ക് അടുത്ത പ്രാവശ്യം ഹൈറേഞ്ചിലേക്ക് പോയാൽ കൊള്ളാമെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നെ സഹായം നടത്താൻ അവിടെ ഇവിടെയൊക്കെ വിട്ടു, മലപ്പുറത്ത് പോയി അവിടെ നിന്ന് നീങ്ങി പോകുന്നു. ഇപ്പം പിന്നെ വണ്ടിപ്പെരിയാറ്റ് വിട്ടു, ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു സഭയിലാണ് നീ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. നിൻ്റെ ഭാര്യ ഗർഭിണിയാണ്, കൂടാതെ ഒരു കുട്ടിയുണ്ട്. ഹൈറേഞ്ചിലേക്ക് പോയാൽ നീ വിഷമിച്ചു പോകും. അതുകൊണ്ട് ആ ആഗ്രഹം അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. ഞാനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്നു. അന്ന് വന്നവരുടെ എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ പ്രാർത്ഥിച്ചൊക്കെ അയച്ചു. അദ്ദേഹം അകത്തോട്ട് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ സാവധാനത്തിൽ പറഞ്ഞ അപ്പച്ചനൊന്നും പറഞ്ഞില്ല. ദേഷ്യപ്പെട്ട് അദ്ദേഹം അകത്തേക്ക് പോയിട്ട് തിരിച്ച് അതിനേക്കാൾ സ്പീഡിൽ മടങ്ങുമെന്ന് വെച്ച് പറഞ്ഞു, നിന്റെ ആഗ്രഹം അങ്ങനാണെങ്കിൽ നീ പോക്കോ. അടുത്ത വാചകമാണ് എന്നെ തളർത്തി കളഞ്ഞത്.
അപ്പച്ച ഭാരമാണ്, പ്രയാസമാണ്, പട്ടിണിയാണ്, സഹായിക്കണം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത്. ഞാനതിനൊരു മറുപടിയും പറഞ്ഞില്ല. അങ്ങനെ അടുത്ത സ്ഥലമാറ്റത്തോടനുബന്ധിച്ച് ഞാൻ ഹൈറേഞ്ചിലേക്ക് വന്നു. ഒരുപാട് ബുദ്ധിമുട്ട്, ക്ലേശം, കഷ്ടത ഒക്കെ അനുഭവിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രമോ പാല് വാങ്ങിച്ചു കൊടുത്തോ അവരെ വളർത്താനോ 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികൾക്ക് ഒരു നല്ല പാവ പോലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആരുടെടുത്തും പോയില്ല, പോകാൻ ദൈവം വിട്ടില്ല. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ. അതെ. മോശയോട് പറയുന്നുണ്ട്, വേലക്കാരൻ്റെ കൂലി സന്ധ്യ വരെ നിൻ്റെ കൈവശം വെച്ചേക്കരുത്. അപ്പോൾ ആദ്യം നമ്മുടെ കാര്യത്തിന് നീക്കൊക്കെ തരാതിരിക്കുമോ? അങ്ങനെ കമ്പിളികണ്ടത്ത് വന്ന് 7 വർഷം. കമ്പിളികണ്ടത്താണ് ഹൈറേഞ്ചിൽ വന്നത്. കമ്പിളികണ്ടത്താണ് വണ്ടിപ്പെരിയാറ്റിൽ നിന്ന് നേരെ കമ്പിളികണ്ടത്തിൻ്റെ വരുന്നത്. ശരി. 7 വർഷം കമ്പിളികണ്ടത്തിരിക്കുമ്പോഴാണ് ചിന്നാർ നിരപ്പ് വേല ആരംഭിച്ചത്. ചിന്നാർ നിരപ്പ് എന്ന് പറയുമ്പോൾ ഇതിന് നേരെ അക്കരെ വരും. അതായത് പണിക്കൻകുടി നേരെ അക്കരെ ഈ മല കയറി നമ്മൾ താഴെ ഇറങ്ങണം. ശരി. അവിടുന്ന് ചെമ്പപ്പാറയ്ക്ക് പോകും. ഇപ്പം വിവാഹത്തിന് ശേഷമാണോ കമ്പിളികണ്ടത്തേക്ക് വന്നത്? 81-ലായിരുന്നു വിവാഹം. അതെ. 81-ലെ വിവാഹം കഴിഞ്ഞാണ് ഞങ്ങൾ നേരെ. വിവാഹം എവിടെ നിന്നാണ്? അവര് അന്ന് നാഗർകോവിലായിരുന്നു. ശരി. കുടുംബമായിട്ട് 4 പേരും. ഒരു 7 മക്കളാണ്. 4 പെൺകുട്ടികളും 3 ആൺമക്കളും. ഈ 4 പേരെയും വിവാഹം കഴിച്ചത് 4 പാസ്റ്റർമാർ. അതെ. ആൻറ്റിയുടെ പേര് പറഞ്ഞല്ലോ. വീട്ടിൽ ബേബിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. സാറാമ്മ എന്നാണ് അവളുടെ പേര്. ഞങ്ങൾ കോട്ടയത്തിരിക്കുമ്പോഴാണ് വിവാഹം. വല്ല ഫേബയുടെ ജനനം. ശരി. 82-ൽ. മൂത്ത മകളാണ് ഫേബ. രണ്ടാമത്തെ മകള് ഞാൻ അതിൽ 6 വർഷം വണ്ടിപ്പെരിയാറ്റിലുണ്ടായിരുന്നു. അതെ. ആദ്യത്തെ 4 വർഷം കഴിഞ്ഞ് കോട്ടയത്തു നിന്ന് ഞാൻ വീണ്ടും വണ്ടിപ്പെരിയാറിനാണ് പോയത്. അവിടെ വെച്ചാണ് രണ്ടാമത്തെ മോള് ജനിക്കുന്നത്. അവിടെ നിന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കമ്പിളികണ്ടത്തിന് വരുന്നത്. കമ്പിളികണ്ടത്ത് വന്ന് 7 വർഷം കഴിഞ്ഞ് അവിടുന്ന് മാറി. അപ്പോൾ ചിന്നാർ നിരപ്പിൽ വന്ന് താമസിക്കാനോ അവിടെ പ്രവർത്തിക്കാനോ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചുകൊണ്ട് പോകാൻ അന്ന് 3 കുടുംബമേ ഉള്ളൂ. ആരും തയ്യാറാകാത്തത് കൊണ്ട് ഞങ്ങൾ പുല്ലുകണ്ടത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ഞാൻ മാത്രം പോകും. ഞായറാഴ്ച ഞങ്ങൾ 3 പേരും കൂടെ പോകും. ഇവിടെ വന്നതിന് ശേഷം കമ്പിളികണ്ടത്ത് വെച്ചാണ് 3ാമത്തെ മകളെ ജനിക്കുന്നത്. കമ്പിളികണ്ടത്തൊന്ന് മാറി ഇവിടെ ഇരിക്കുമ്പോഴാണ് ഇത് ഏരിയ ആയിട്ട് തിരിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന KC എന്നെ ചുമതല ഏൽപ്പിക്കുന്നത്. 16 പുതിയ വേലസ്ഥലങ്ങൾ ആരംഭിക്കാൻ ദൈവം സഹായിച്ചു. ഇന്ന് കമ്പിളികണ്ടം സെൻറ്ററിൽ പഴയ വേലസ്ഥലങ്ങളൊന്നുമില്ല. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിലും ദേവദാസന്മാരാരും അതിനെക്കുറിച്ച് പരിഭവം പറയുകയോ മറ്റ് സാമ്പത്തിക വഴികളെ തേടി പോവുകയോ ചെയ്യുന്നില്ല. കിട്ടുന്നതുകൊണ്ട് അവർ സന്തോഷത്തോടെ. ഞാനത് ചോദിക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു. ഫസ്റ്റ് ഇടുക്കിയിൽ വന്നല്ലോ. ഇടുക്കിയിൽ വന്ന് എപ്പോഴെങ്കിലും ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോകണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങിയായിരുന്നു. അത് ഇവിടെ വെറുത്തിട്ടല്ല. എനിക്ക് ഇപ്പോൾ കടബാധ്യത ഉണ്ടായി. പിന്നെ രണ്ടാമത്തെ മോളിൽ +2 കഴിഞ്ഞിട്ട് 1 വർഷം അവൾ വീട്ടിൽ നിന്നു.
കാര്യം ഫേവേഡ് BA ഫൈനൽ ഇയർ, മൂന്നാമത്തെ മോള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പഠിത്തം തുടരുന്നുണ്ട്. റേസി ഒരു വർഷം വീട്ടിൽ നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരാൾ, ചർച്ചകൂടിലെ ഒരു വിശ്വാസിയാണ്, അദ്ദേഹം നേഴ്സിംഗ് സ്കൂൾ തുടങ്ങിയതായിട്ട് അറിഞ്ഞു. വേറൊരാൾ പറഞ്ഞറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നമ്പർ തന്ന് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ എൻ്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നിങ്ങൾ പറയുന്ന സമയത്ത് ഫീസ് തരാൻ എനിക്ക് കഴിയത്തില്ല, എൻ്റെ സാഹചര്യം ഇതുപോലെയാണ്, ഒരാളെങ്കിലും നഴ്സിംഗ് പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിച്ചപ്പെടാൻ ആഗ്രഹമുണ്ട്, സാർ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് മാസ്റ്റർ ഒരു കാര്യം ചെയ്യുമ്പോളെ കൊണ്ടുവന്ന് ക്ലാസ് തുടങ്ങിയിട്ട് 2 മാസമായി. അങ്ങനെ ഞാൻ അവിടെ കൊണ്ട് ചേർത്തു. മോള് ആദ്യത്തെ വർഷം പൂർത്തീകരിക്കാൻ നേരത്തെ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളന്ന് വാടക വീട്ടിൽ താമസിക്കാം, ക്രൈസി ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി ഉപവാസത്തിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താവും മോളെ? പ്രേസിയുടെ ഹോൾ ടിക്കറ്റ് കൊടുക്കത്തില്ല എന്ന് മാഡം പറഞ്ഞു. ഒരു 15,000 രൂപ ഡ്യൂസ് ഉണ്ട് ഫീസിൽ. അപ്പോൾ ഇദ്ദേഹം എങ്ങോട്ട് പോയിരിക്കുകയാണ്, ഈ ഡേവിഡ് എന്ന് പറഞ്ഞ ആളെ എങ്ങോട്ട് പോയിരിക്കുകയാണ്, ഭാര്യയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചോണ്ട് അവർ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനൊക്കത്തില്ല, പുള്ളിക്കാരൻ എന്നെ ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞ് പാസ്റ്റർ ഒരു കാര്യം, ഒരു 10 രൂപയെങ്കിലും ഒരു കൊട്ടാരക്കര ഒരു ഓഫീസുണ്ട്, പുള്ളിയുടെ വീട് കൊട്ടാരക്കര, അവിടെ കൊണ്ട് അടയ്ക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കാൻ, ബാക്കിയുള്ളത് പിന്നെ തന്നാൽ മതിയെന്ന്. ഞാൻ നമ്മുടെ കുഞ്ഞുട്ടി പാസ്റ്റർ വിളിച്ചു, മരിച്ചു. പാസ്റ്ററോട് വിവരം പറഞ്ഞു, പുള്ളിക്ക് എനിക്കൊരു 10 രൂപ നാളെ രാവിലെ 7:15 കൊട്ടാരക്കര ബസ്സുണ്ട്, എനിക്കതിന് പോകണം, ഞാൻ അവിടെ വരുമ്പോൾ എവിടുന്നേലും ഒന്ന് സംഘടിപ്പിച്ച് തരണമെന്ന് പറഞ്ഞ് അദ്ദേഹം ആരോടോ വാങ്ങിച്ചു തന്ന് കൊട്ടാരക്കര കൊണ്ടടച്ചു. അവർ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഫീസ് ഹോൾ ടിക്കറ്റ് അവർ കൊടുക്കുന്നത്. പിന്നെ അടുത്ത വർഷത്തെ കാര്യത്തെക്കുറിച്ച് വളരെ വിഷമിച്ചു. ഇവിടെ വാടക കൊടുക്കാൻ തന്നെ അന്ന് നമ്മുടെ സെൻറ്ററിൻ്റെ ചുമതല തോമൻ പാസ്റ്റർ, അദ്ദേഹത്തിന് ആരെങ്കിലും 10 രൂപ കൊടുത്തെങ്കിലേ ഉള്ളൂ. ഇന്നത്തെ പോലെ സെൻട്രൽ പാസ്റ്റർമാരുടെ അടുത്ത് ചെന്ന് വാടക മറ്റെന്തെങ്കിലും സഹായങ്ങൾ കിട്ടാൻ ഒരു മാർഗവുമില്ല. ഞാനന്ന് ഇവിടെ SBIയിൽ ചെന്നു. അപ്പോൾ അവിടെ എടുത്ത് അന്നത്തെ മാനേജർ ആലപ്പുഴക്കാരനായിരുന്നു. ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു 20 രൂപയിൽ കൂടുതൽ തരാൻ എനിക്കൊക്കത്തില്ല. പാസ്റ്റർ 2 സെൻറ്റിൻ്റെയെങ്കിലും കരമടച്ച രസീത് കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോളുടെ തുടർന്നുള്ള പഠനത്തിന് ആവശ്യമായ പൈസ ഞാൻ സാക്ഷാക്കി തരാമെന്ന് പറഞ്ഞു. നോക്കാര് തരാനാ? അന്യദേശത്തു നിന്ന് വീടുമില്ല, നാടുമില്ല, ഒന്നുമില്ലാത്ത കാരണം. ഞാൻ അവിടെ നിന്ന് വളരെ വിഷമിച്ച്, അവിടെ പുള്ളിയുടെ KJ മാറ്റിയുണ്ട്, കണ്ണാടിപ്പാറക്കര ചർച്ച പോലെ. പുള്ളി എന്ന് താമസിക്കുന്ന ബാങ്കിൻ്റെ തൊട്ടുപുറകിലത്തെ വീട്ടിൽ. ഞാൻ അവിടെ ചെന്നുടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്നെ അപ്പോസ്റ്റലിൻ്റെ മുഖമൊക്കെ വാടിയിരിക്കുന്നു. ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ മേഴ്സിയുടെ പേരിൽ 7 സെൻറ്റിൻ്റെ കരമടച്ച രസീതുണ്ട്, പാസ്റ്റർ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് ദൈവത്തോട് അങ്ങനെ നന്ദി പറയണമെന്നറിഞ്ഞു. അതുകൊണ്ട് ചെന്ന് പിന്നെ അവരുടെ 3-4 ഫോട്ടോയും വാങ്ങിച്ചു. അങ്ങനെ 2 വർഷത്തെ 3 വർഷത്തെ ഫീസ് പുള്ളിക്കാരൻ സാക്ഷാക്കി തന്നാണ് മോള് ജനറൽ നഴ്സിംഗ് കംപ്ലീറ്റ് ആയത്. അതിൽ കുഞ്ഞുട്ടി പാസ്റ്ററോടും അവരോടും പറഞ്ഞാലറിയിക്കാത്ത കടപ്പാടുണ്ട്.
അവരിൽ കൂടെ ദൈവം ഒന്ന് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ ഒരു മാർഗമില്ലായിരുന്നു. ഈ ബാങ്കിലെ പൈസ തിരിച്ചടയ്ക്കാൻ കുഞ്ഞിൻ്റെ പഠനം കഴിഞ്ഞപ്പോഴത്തേക്ക് അടയ്ക്കാൻ കഴിയില്ല. വേറെ കുറച്ച് ബാധ്യതകളുണ്ടായിരുന്നു. 3 ലക്ഷം രൂപയ്ക്ക് മേലുണ്ടായിരുന്നു. വീട്ടാനൊരു മാർഗവും ഇല്ല. അപ്പോൾ ഇവിടെ എനിക്ക് അന്ന് ഒരു 8 സെൻറ്റ് സ്ഥലമുണ്ട്. അത് ബേബിക്കുട്ടിയുടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് ഇച്ചിരി പൈസ തന്നതുകൊണ്ട് വാങ്ങിച്ചിട്ടതാണ്. അന്ന് ഇതിൻ്റെ ഈ പറയുന്ന വിലയൊന്നും കിട്ടത്തുമില്ല. ഞാൻ ഇവിടെ നിന്ന് മാവേലിക്കരയ്ക്ക് ട്രാൻസ്ഫറായി പോകാൻ വേണ്ട ക്രമീകരണമൊക്കെ ചെയ്ത അപ്പോൾ വണ്ടിപ്പെരിയാലുള്ള ഒരു സഹോദരി അവരുടെ വിവാഹം കഴിച്ചേക്കുന്ന വെട്ടിയാറാണ്. അവർക്ക് 2 മക്കൾ. മൂത്ത ആൾ എൻജിനീയറിങ് കഴിഞ്ഞ. അപ്പോൾ ഇവരവിടെ വന്നൊക്കെ പരിചയമുണ്ട്. എൻ്റെ കൂടെ അവിടെ ഇരുന്ന് ആരാധനയൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്. പുള്ളി കുവൈറ്റില്ല കുടുംബമായിട്ട്. പുള്ളി ഒരു പ്രാവശ്യം വന്നെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ അമ്മയുടെ അനിയത്തിനോട് പറഞ്ഞ് സുരേഷ് വന്നിട്ടുണ്ട്, പാസ്പോർട്ട് കണ്ട് വിവരങ്ങളൊന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ചെന്ന് സുരേഷിനെ കണ്ട്. സുരേഷ് പറഞ്ഞ് ഞാൻ അങ്ങ് ചെന്നിട്ടൊരു വിസ അയച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ 5-8 മാസമായിട്ടും അത് നടന്നില്ല. ഞാനിങ്ങനെ മാവേലിക്കരയ്ക്ക് പോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് അവിടുത്തെ ഒരു സെൻട്രൽ പാസ്റ്ററുമായിട്ട് കണ്ട് സംസാരിച്ച് സ്ഥലമാറ്റം ഒരു സഭയിലോട്ട് തരാമെന്നൊക്കെ പറഞ്ഞു ഇരിക്കുമ്പോഴാണ് വെട്ടിയാറ്റ് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിസ തിരുവല്ലയില്ല, അവരുടെ ഭാര്യയുടെ വീട്ടിൽ താമര ശേരിൽ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, ഹൗസ് ഹോൾഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. അവിടെ വിസ വന്നിട്ടുണ്ട്, ചെന്ന് വാങ്ങിച്ചോളാം പറഞ്ഞു. ഏത് US-നുള്ളത്? എന്തോ US-ന് പോകാനുള്ളതാണ്? അല്ലല്ല, കുവൈറ്റിന് പോകാൻ. കുവൈറ്റ്. ശരി. അങ്ങനെ അന്ന് കുവൈറ്റിൽ പോയി ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ദൈവം വഴികളൊക്കെ ഒരുക്കി തന്നതുകൊണ്ട് കടങ്ങളൊക്കെ വീണ്ടും ഇവിടെ തന്നെ ഉറച്ചു തുടർന്നു പോകുന്നു. കമ്പിളികളുടെ ഏരിയ തിരിച്ചു വരുമ്പോൾ 4 വേല സ്ഥലങ്ങൾ, വെള്ളത്തൂവൽ, മുരിക്കാശ്ശേരി, ഇവിടെ കുന്നത്തടി, പിന്നെ കമ്പിളികളുടെ ചർച്ച്. അതിന് ശേഷമാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു പുതിയ വേലസ്ഥലങ്ങളെ കർത്താവ് തരണം, പഴയ സഭകൾ വേണ്ട. അങ്ങനെ പ്രാർത്ഥിച്ചാണ് 16 വേലസ്ഥലങ്ങൾ പുതുതായിട്ട് ദൈവം തന്ന ദർശനം അനുസരിച്ച് ഉണ്ടാക്കുവാൻ ദൈവം സഹായിച്ചു. വരുന്ന ദേവദാസന്മാരോട് പറയേണ്ടതിലൊന്നുമില്ല, തരാനൊന്നുമില്ല. നിങ്ങൾ വേല ചെയ്യുക, കർത്താവ് കൂലി തരും. എൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് നിങ്ങൾക്ക് തരാം. അത് ഉള്ള കാര്യം പറഞ്ഞതുകൊണ്ട് ദേവദാസന്മാരാരും നമ്മളോട് വഴക്കിന് വന്നില്ല. എന്നാൽ പിന്നീട് വന്ന ചില ദേവദാസന്മാർ അവരുടെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണം, സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളെ ആരെങ്കിലും സഹായിക്കുന്നെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വഴി നോക്കാൻ പറഞ്ഞു. ഇവരിൽ 2 പേര് സഭയിൽ ചെന്ന് പറഞ്ഞു, സാമ്പത്തികമായിട്ട് സഹായിക്കാനൊന്നും പാസ്റ്ററെ കൊണ്ടൊക്കത്തില്ല, ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കണ്ടേ, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പോയിക്കൊള്ളാൻ പറയുന്നു. അങ്ങനെ 2 പേര് സഭകളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരോടുകൂടെ 3 പേരോട് അങ്ങനെ 5 പേരെ സ്ഥലങ്ങൾ വിട്ടുപോയി. ഇപ്പോഴും 12 പേരെ സ്ഥലങ്ങളുണ്ട്.
ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, പ്രശ്നക്കാരാരുമില്ല. ഇല്ല. ഈ 12 വേലസ്ഥലങ്ങൾ എവിടേക്കാണെന്നൊന്നും 12 വേലസ്ഥലങ്ങൾ പിന്നെ ഒന്ന് കവളങ്ങാടാണ്, പാലമറ്റം, നമ്മുടെ ഇവിടെ നമ്പൂരിക്കൂപ്പ്, കൂന്നുകല്ല്, പിന്നെ ഇവിടെ ഉരുവത്തളം, രാജാക്കാട്, മുനിയറ, പണിക്കൻകുടി, ചിന്നാർ നിരപ്പ്, കാരിത്തോട്, ചെമ്പകപ്പാറ. ഒരു വേലസ്ഥലം ഇവിടെ പുളിയമ്മൽ. ആ, പലരും നമ്മളോട് ചേരാൻ വരുന്നുണ്ട്. പക്ഷേ പ്രശ്നമില്ലാത്തതുകൊണ്ട് താല്പര്യമാണ്. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. പഴയ കാലത്തെ പോലെ വിശ്വാസത്തിൻ്റെ വേലയൊന്നും ഇപ്പം നടക്കില്ലെന്ന് പറഞ്ഞാൽ കാലങ്ങൾ മാറി. അവർക്ക് നല്ല വസ്ത്രം വേണം, ജീവിത സൗകര്യങ്ങളുണ്ടാകും, അവരുടെ മക്കളെ പഠിപ്പിക്കണ്ടേ. അതെ, അത് അവർ പറയുന്നതിനകത്ത് അവരെ തെറ്റ് പറയാനൊക്കത്തില്ല. വിശ്വാസത്തിൻ്റെ വേല നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് പപ്പയോട് പറഞ്ഞ് നമ്മുടെ പിതാക്കന്മാരായവർ കട്ടൻ കപ്പയും പുഴുങ്ങി കാന്താരി പൊട്ടിച്ച് കാപ്പിയുടെ തൊണ്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ച് നടന്ന് കണ്ണുനീരോടെ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ വിളവാണ് ഇപ്പോൾ ഹാരേജ് മേഖലയിൽ ഓരോരുത്തർ അനുഭവിക്കുന്നത്. പക്ഷെ അതും അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിശദീകരണം ചെയ്യാമോ? ഒരു ആദ്യകാലത്തെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഒരു രീതിയും കാര്യങ്ങളും. ആദ്യകാലത്ത് സുവിശേഷ പ്രവർത്തകർ സമർപ്പണമുള്ളവരായിരുന്നു. അവർ ആത്മാക്കളെ എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ്. എങ്ങനെയും ദൈവത്തെ പ്രസാദിപ്പിക്കുക. സാമ്പത്തികമായിരുന്നില്ല. സാമ്പത്തികം അവരുടെ മുൻപിൽ ഒരു വിഷയമല്ലായിരുന്നു. എത്രയോ ദേവദാസന്മാരുടെ മക്കൾ രോഗികളായി വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ മക്കളൊക്കെ നിത്യതയിലേക്ക് മാറ്റപ്പെട്ടപ്പോഴും അവർ അടിപതറാത്തവരായി ഉറച്ചു നിന്നതിൻ്റെ ഫലമാണ് പിൽക്കാലങ്ങളിൽ അറേഞ്ച് മേഖലകളിൽ സഭകളുണ്ടായി. അവരെ കണ്ട അനേകർ കർത്താവിനെ പിൻപറ്റുവാനിടയായി. അവരെ കണ്ട അനേകർ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വേലയിൽ ഇറങ്ങിത്തിരിക്കാൻ നമ്മുടെ സഭകളിൽ ചെറുപ്പക്കാർ മടിക്കുക. അത് പല രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങോട്ട് കിടക്കണ്ട. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ ദൈവം വിളിച്ചാൽ വിളിച്ച ദൈവത്തെ മാത്രം നോക്കുക. അതെ, ഞാൻ ഒരുപാട് അവഗണനകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തൻ, ഇനിയുള്ള നിലനിൽപ്പാൻ നേതൃത്വത്തിൽ നിന്ന് നല്ല കൈത്താങ്ങൽ, സപ്പോർട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ഒരു പ്രശ്നക്കാരനല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സഹായവും ലഭിച്ചിട്ടുണ്ട്. ഇന്നും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ 1974 തൊട്ട് ഇപ്പോൾ 2025 ആയിരിക്കുകയാണ്. 50 വർഷം പൂർത്തീകരിച്ചു. 50 വർഷം പൂർത്തീകരിച്ച്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഫസ്റ്റിന് എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കിയിട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പൂർത്തീകരിക്കാൻ പറ്റാത്തത് ഈ സഭകളിൽ ചർച്ച് പണിയാൻ ഇന്നും വാടക വീടുകളിൽ ആരാധനയുണ്ട്. അതിൽ നിരാശയുണ്ട്, സങ്കടമുണ്ട്. ഇപ്പോൾ ശരീരത്തിൽ ക്ഷീണിതനായതുകൊണ്ട് ഞാൻ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറുകയാണ്. പരസഹായം കൂടാതെ നടക്കാനും എഴുന്നേൽക്കാൻ ചില പ്രയാസം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ നിരപ്പായതുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയാൽ പ്രയാസമാണ്. 2 വർഷത്തിന് മുൻപേ ഞാൻ സഭയുടെ ചാർജ് വിട്ടു. ഇപ്പം സെൻറ്ററിൻ്റെ ചാർജും അടുത്ത മാസത്തിൽ സ്ഥലമാറ്റത്തോടനുബന്ധിച്ച് വിടുകയാണ്. തുടർ ദൈവം എന്തെങ്കിലും കൃപകൾ തരികയാണെങ്കിൽ
ശരീരത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ആ ശുശ്രൂഷ ചെയ്ത് നിത്യത പ്രാപിക്കണമെന്നുള്ള ആഗ്രഹമാണ്. എൻ്റെ ശുശ്രൂഷ കാലയളവിൽ കുടുംബം ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും രണ്ടാമത്തെ മോള് പറഞ്ഞു, പപ്പ ഇനിയും വിടുന്ന പ്രശ്നമില്ല. കാര്യം അവരുറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വരുന്നത്. അവർ ഉണരുന്നതിന് മുമ്പ് ഞാൻ ചിലപ്പോൾ ഇറങ്ങി 5 മണിക്ക് 5:30ക്കുള്ള ബസ്സിനൊക്കെ പോവാറേഞ്ച് മുഴുവൻ ഓടി നടന്ന് ആ കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ ദൈവം ശക്തീകരിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും മാനവും പൂഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു. എനിക്ക് പുകഴുവാനൊന്നുമില്ല, എല്ലാം കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സഹായം, അതുമാത്രമാണ്. എൻ്റെ കുടുംബം നിലനിർത്തിക്കൊണ്ടുവന്നത് എൻ്റെ ഭാര്യയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടും. മക്കൾ 3 പേരാണ്. മക്കൾ 3 പേര്. അവരൊക്കെ എവിടെയാണ് ഇപ്പോൾ? ഒരു മൂത്ത മോള് കായംകുളത്താണ്. ശരി. രണ്ടാമത്തെ മോളെ വിവാഹം കഴിച്ചത് തൊടുപുഴയാണ്, അത് ഡൽഹിയിലാണ്. അവൾക്ക് 2 ആൺകുട്ടികൾ. മൂന്നാമത്തെ ആളെ വിവാഹം കഴിച്ചത് പുതുപ്പള്ളിയിലാണ്. മോള് എറണാകുളത്തും അവന് ദുബായിലുമാണ്. കൊച്ചുമക്കള് 2 പേര്. രണ്ടാമത്തെ മകൾക്ക് 2 ആൺകുട്ടികളുണ്ട്. അവരിപ്പോൾ ഞങ്ങളുടെ കൂടെ അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 50 വർഷത്തെ മിനിസ്ട്രി അനുഭവത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന ആരെങ്കിലും ഓർമ്മയിൽ വരും? എങ്ങനെ വിശ്വാസികളുടെ കൂട്ടത്തിലോ? വിശ്വാസികളുടെ കൂട്ടത്തിലാകാം, അതല്ലെങ്കിൽ നമ്മളെ കൈകാര്യ ആളുകളാകാം. എനിക്ക് വെളിരാജ്യങ്ങളിൽ ബന്ധുക്കളോ ചർച്ചക്കാരോ സ്നേഹിതന്മാരോ ആരുമില്ല. മുമ്പേ പറഞ്ഞതുപോലെ പിന്നീട് അങ്ങനെ ഒരു യാത്രയ്ക്കുള്ള ക്രമീകരണവും ഇല്ലായിരുന്നു. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് സൗദി അറേബ്യയിലുള്ള പൗലൂസ് സാറുമായിട്ട് ബന്ധപ്പെടാൻ. അതാ ഇപ്പോഴത്തെ സെൻട്രൽ സെക്രട്ടറിയാണ് അതിന് മുഖം. അദ്ദേഹം കോതമംഗലത്ത് ഒരു വീട് വെച്ചു. അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് എന്നെ കൂടെ ക്ഷണിച്ചായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തെയും കുടുംബത്തെയും പരിചയപ്പെടും. സെൻട്രൽ സെക്രട്ടറി ജോസ് പറഞ്ഞതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങ് ചെല്ലട്ടെ, 6 മാസത്തിനകം ഒരു വിസ ശരിയാക്കാമെന്ന്. അങ്ങനെ അദ്ദേഹം ഒരു വിസ ശരിയാക്കി തന്നു. 3 മാസം ഞാൻ ദമാമിലുണ്ടായിരുന്നു. അത് ഈ വീട് അന്ന് തേച്ചിട്ടൊന്നുമില്ല, ഹോളും തേച്ചിട്ടില്ല, ജനല് കൊഞ്ഞനെ ഇരിക്കുക, പ്ലാസ്റ്റിക് മറിച്ചേക്കുക. ഈ മുറി അന്നില്ല, മറ്റേ അത് ഇച്ചിരി വലുതായിരുന്നു. അപ്പൊ ഇവിടെ വെച്ച് മൂത്ത മകളുടെ വിവാഹത്തിന് ഒരു ചെറുക്കൻ കൂട്ടർ വന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. പാസ്റ്ററെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ പുള്ളി പറഞ്ഞ അടുത്ത ഈ പാണ്ഡ്യകൾ താമസിക്കുന്ന ജയിലിലൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് മറിച്ചാണല്ലോ എന്ന്. ഞാനതിന് അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല. സൗദിയിലെ യാത്രയിൽ ഒരു ഹൃദയദാസൻ, പുള്ളിയുടെ എഞ്ചിനീയർ, പുള്ളിയുടെ വീട്ടിലോട്ട് തന്നെ വിളിച്ചുകൊണ്ട് പോയി. ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു, പക്ഷെ അത് തേച്ച് വൃത്തിയാക്കാൻ എത്ര രൂപ വേണ്ടി വരും? അങ്ങനെ അദ്ദേഹം അതിനു വേണ്ടി 35,000 രൂപ തന്നതുകൊണ്ടാണ് അന്ന് അതെല്ലാം തേച്ച് വൃത്തിയാക്കിയത്. എൻ്റെ കുറെ ബാധ്യതകള് അതിനോടനുബന്ധിച്ച് തീർക്കാൻ ഇടയായി. പൗലോസ് സാറിനെ വളരെ നന്ദിയോടെ കുടുംബമായിട്ട് തീർന്നതിൽ ഞാൻ സ്മരിക്കുന്നു. താനിപ്പോഴ് കോതമംഗലത്ത് വിശ്രമ ജീവിതം നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 2 മക്കളും കുടുംബമായിട്ട് ഓസ്ട്രേലിയയിലാണ്. സുവിശേഷപരമായ അദ്ദേഹം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
സൗദിയിലെ യാത്രയിൽ എനിക്ക് നമ്മുടെ അടിമാലിയിലുണ്ടായിരുന്ന ഒരു ജോർജ് സവറിന്റെ മകള് അവരെ അവിടെ വെച്ച് പരിചയപ്പെട്ടതുകൊണ്ട് അവിടെ നിന്ന് രണ്ടാമതൊന്നുകൂടെ പോകാൻ ദൈവാവസരം. പിന്നീട് എനിക്ക് എന്നെ സഹായിച്ചവരൊക്കെയാണ് എൻ്റെ വീടിനകത്തോട് അടുത്തുള്ള ഒരു യാക്കോബ വർഗീസ് ചാക്കോ. ഈ കോവിഡ് കാലത്ത് അദ്ദേഹം നല്ലൊരു തുക ഇപ്പൊ ആരാധനയൊന്നും ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചു അയച്ചു തന്നു. ആദ്യമായി എന്നെ സഹായിച്ചത് കായംകുളത്തുള്ള ഒരു എട്ടുതറ വീട്ടിലെ സണ്ണി എന്ന് പറയുന്ന ഒരു സഹോദരന. പുള്ളിക്കാരനവിടെ ഖത്തറിന് 3-4 വർഷം 500 രൂപ വീതം അന്നത്തെ കാലത്ത് അവരെയൊക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അവരുടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ, ബഹുമാനിക്കട്ടെ. പിന്നെ വിശ്വാസികളുടെ കൂട്ടത്തില് എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് ആത്മാർത്ഥമായ ദൈത്യങ്ങളിൽ സഹായവും ലഭിച്ചിട്ടുണ്ട്. ഈ 80 വർഷത്തിനിടയിൽ ആരെയും മുടക്കുവാനോ ഇല്ല വന്നിട്ടില്ല. മറ്റുള്ള സഭയിൽ നിന്ന് ആത്മാക്കളെ ഞാൻ ഇങ്ങോട്ട് കവർന്നെടുത്തിട്ടുമില്ല. എന്റെ ചർച്ചിലെ ഒരു കുടുംബത്തെ മറ്റൊരാൾ കൊണ്ടുപോകുമ്പോഴേ എനിക്ക് അതിന്റെ വിഷമം. ദൈവം ഇന്നോളം നടത്തി, നാളെ നടത്തും. ഇവിടെ ഇപ്പം ഒരു പ്രയാസം എന്ന് പറയുന്നത് ഇവിടെ കയറി ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ്. യാത്ര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഇളയ അനിയൻ മരിച്ചുപോയി. അവന് 3 ആൺകുട്ടികളാണ്. അവര് നാട്ടിലുണ്ട്. പിന്നെ എൻ്റെ മാതൃസഭ നല്ല സഹകരണമാണ്. കായകളുണ്ട് പിന്നെ സത്സംഗം. അപ്പൊ അവര് രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാധനയ്ക്ക് ഒരു കാർ കൊണ്ടുവരും, കൊണ്ടുപോകും, തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പൊ ഒരു സഹോദരി വിവാഹം കഴിച്ചിട്ടില്ല. അവരെ സഭയാണ് നോക്കുന്നത്. ആശുപത്രി കൊണ്ടുപോകുമ്പോൾ വിശ്വാസികളെ ആരെങ്കിലും ആശുപത്രിയിലുള്ളവർക്ക് കൂട്ടായിട്ടുള്ള സഹോദരിമാരെ ആരെങ്കിലും ക്രമീകരിക്കും. സഭാ കാര്യത്തിലൊക്കെ വളരെ നേരത്തെ പോലെ അങ്ങനെ ഒരു ക്രമീകരണത്തിലായിരുന്നതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ അവര് ശ്രദ്ധയാണ്. കൊണ്ടുവന്നുണ്ട്. പക്ഷെ എനിക്ക് അവിടെ ഒരു വീട് വരെയായിട്ടില്ല. പിന്നെ സ്വത്തായി ലഭിച്ച അല്പ സ്ഥലമുണ്ട്. അവിടെ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം വഴി ഒരുക്കിയ 2 നാൾ ഞെരങ്ങുന്ന അവസ്ഥയാണ്. ഇവിടെ വിട്ടുപോകാനും താല്പര്യമില്ല. സേവ ഒരിക്കൽ പറഞ്ഞ പിന്നെ അവള് വീട് വെച്ചപ്പോ ഒരു മുറി ഞാൻ കൂടെ ചേർത്താ പറഞ്ഞത്. അപ്പൊ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. മരിച്ചാലും പിന്നെ അടിമാടി കൊണ്ടിരുന്ന് അടക്കാൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യാം. ആന്യഭാഷയോട് പറഞ്ഞാൽ അവരൊക്കെ സഹകരിക്കുമല്ലോ. അതുകൊണ്ട് മരിച്ചാലും ഇവിടെ അടയ്ക്കും എന്നുള്ള രീതിയിൽ അപ്പച്ചൻ ഭാരപ്പെടുന്നുണ്ട്. ആ കാര്യത്തൊക്കെ ഞങ്ങൾ ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചെല്ലാത്തത് അങ്ങനെ ഒരു ചിന്താഭാരം കിടക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് 39 വർഷമാണ്. 39 വർഷം കൊണ്ട് ഇപ്പൊ ഞാൻ അവിടെ ചെന്ന എൻ്റെ അയലത്തുകാരെ പോലും അറിയണമെന്നില്ല. ഇപ്പം നേരത്തെ ഒക്കെ ആണെങ്കിൽ വല്ലപ്പോഴും പോകാമായിരുന്നു, അമ്മയൊക്കെ ഉള്ള കാലത്ത്. ഇപ്പൊ അങ്ങനെ യാത്രയില്ലാത്തത് കൊണ്ട് അടുത്തുള്ള പിള്ളേർ പോലും നമ്മളെ അറിയത്തില്ല. സെൻട്രലിലെ പാസ്റ്റർമാർ പോലും അറിയത്തില്ല. പിന്നെ ദൈവം അയച്ചു കാര്യഞ്ചേരിക്ക് വന്നു, ഇത്രത്തോളമായി. ഇവിടുന്ന് തന്നെ നിത്യതയിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ആഗ്രഹത്തില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എല്ലാം ദൈവവിധത്തിനായിട്ട് സമർപ്പിക്കുന്നു. ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുന്നത് പഴയൊരു ചൊല്ലുമാണ്. കർത്താവിന്റെ അച്ഛൻ കൈലാസവാസിന്റെ പത്നി സ്നേഹത്തോടെ സാധാരണയാണ് ഇരിക്കുന്നത്. അതിലുള്ള ചില കാര്യങ്ങൾ അറിയാനായിട്ട് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 81-ലായിരുന്നു. മാർച്ച് 26. ശരി. ആ സമയത്ത് മിനിസ്ട്രിയിലായിരുന്നു. അന്നേരം അച്ഛൻ മിനിസ്ട്രിയിലായിരുന്നു.
ഇടുക്കിയില് അതിനുശേഷം വിവാഹത്തിന് ശേഷമാണ്. അല്ല, അച്ചായൻ ഇടുക്കിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ കോട്ടയത്തിന് മാറ്റം കെട്ടിപ്പോയി. അവിടുന്ന് പിന്നെ തിരിച്ചു വന്നാണ് ഇടുക്കിയിലോട്ട് വന്നത്. ഇടുക്കിയിലെ ജീവിതാനുഭവത്തെ കുറിച്ച് ഒരു ചെറിയ വിവരണം പറയാനായിട്ട്. ഇടുക്കിയിൽ കഷ്ടപ്പാടും വെള്ളമില്ല, നമ്മുടെ ആഹാരമില്ല. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അന്നത്തെ കാലത്ത്, ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം അല്ല. നമ്മൾ വന്ന കാലത്ത് ഒരു വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാം തലയെ ചുമന്ന് കൊണ്ടുവരണം. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ നടന്നു പോയി വെള്ളം ചുമന്നാണ് നമ്മൾ വീട്ടിലെ കാര്യത്തിന് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കമ്പിളികണ്ടത്ത് എന്ന് പറഞ്ഞാൽ വലിയ കുന്നിറങ്ങി പോണം, ഒത്തിരി കുഴിയിലേക്കേ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അല്ലാതെ ഭക്ഷണത്തിന് ദൈവകൃപയാൽ നമ്മൾ അങ്ങനെ ഭക്ഷണത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അങ്ങനെ നമുക്ക് വന്നിട്ടില്ല. ഞാൻ ജനിച്ചത് വണ്ടിപ്പെരിയാറ്. എൻ്റെ അപ്പച്ചനൊരു ഡ്രൈവറായിരുന്നു, മിലിറ്ററിയിലായിരുന്നു. മിലിറ്ററിയിൽ നിന്ന് വന്ന് എസ്റ്റേറ്റിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. പിന്നെ വിവാഹശേഷമാണ്, അന്നും ഞങ്ങൾ ഇടുക്കി തന്നെയാണെങ്കിലും അങ്ങനെയുള്ള ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ഇതില്ല. അപ്പച്ചന് ജോലി ഉള്ളതുകൊണ്ട്, എസ്റ്റേറ്റിൽ ജോലി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. നമുക്കിതൊന്നും അറിയത്തില്ല. സുവിശേഷ വേലയുടെ ഈ പ്രതികൂലമൊന്നും നമുക്ക് അറിയത്തുമില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കൊച്ചുങ്ങൾ, ഈ കുഞ്ഞു പിള്ളേരായിരിക്കുമ്പോൾ അവർക്ക് ആഹാരത്തിന് പോലും ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വിശേഷ വേലയിലല്ലായിരുന്നു മറ്റൊരു നിലവാരത്തിലായിരുന്നെങ്കിൽ കർത്താവിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റും ഒക്കെ വെച്ചുകൊണ്ട് ഈ ഒരു കഷ്ടപ്പാടും അത് നമ്മള് പിന്നെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയതെന്ന് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒത്തിരി ദൈവദാസന്മാർക്ക് കർത്താവിന്റെ കുടുംബവും ഒരു ഇൻസ്പിറേഷനാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഒത്തിരി സാഹചര്യങ്ങളും അവസരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് ഇടുക്കിയുടെ മണ്ണില് ഇവിടെ സുശേഷീകരണത്തിന് കോട്ടയത്തായിരുന്നപ്പം കോട്ടയത്തൊന്ന് പോകണ്ടെന്ന് ഞങ്ങളോട് ഫിലിപ്പ് സാറും എല്ലാം പറഞ്ഞു. കോട്ടയത്തൊന്ന് പോകണ്ട, ഇടുക്കി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾ അച്ചായനപ്പം 2 പ്രവാചകന്മാരെ കൂടെ ഇങ്ങനെ ദൂതുണ്ടായി, ഇങ്ങനെ സുശേഷയിലേക്ക് ഇങ്ങനെ ഇടുക്കിയിലേക്കാ വിടുന്നതെന്ന്. അപ്പൊ ആ ദൈവത്തിന്റെ ആലോചനയെ മാനിച്ച് പോന്നു. ഇടുക്കിയിലുള്ള പല ദൈവദാസന്മാർക്കും ഇവിടെ നിൽക്കാനല്ലാതെ അതെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനാണ് താല്പര്യം. ഞങ്ങള് കമ്പിളികണ്ടത്ത് തന്നെ വന്നപ്പം എന്നോട് പറഞ്ഞത്, നമുക്ക് കമ്പിളികണ്ടത്ത് പോയിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് മാറിപ്പോകാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കമ്പിളികണ്ടത്തിന് വരുന്നത്. ആ കമ്പിളികണ്ടത്ത് വന്നു കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ സാഹചര്യമായിട്ട് അങ്ങ് ഇണങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ പോയില്ല. പിന്നെ ഇവിടെയായിട്ടായി. അങ്ങനെ പിന്നെ പോയില്ല. പിന്നെ പോകാനൊരു താല്പര്യം ഇല്ലാതായി. ഇപ്പം താല്പര്യമുണ്ട്. ഇപ്പൊ വയ്യാതായല്ലോ, നമുക്ക് ഇവിടുത്തെ കയറ്റം ഇറക്കവും നമുക്ക് പോകാനും ബുദ്ധിമുട്ടും എല്ലാം ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് താല്പര്യമുണ്ട്. ഇപ്പൊ ചോദിക്കുന്നത്, ഈ 80 കാലഘട്ടങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇടുക്കിയില് മാത്രമല്ല കേരളത്തിന്റെ സാഹചര്യം അതെ, പ്രത്യേകിച്ച് ഇവിടെയുള്ളത് കർഷക തൊഴിലാളികളാണ്. അത് തന്നെയല്ല, ഇടുക്കി എന്ന് പറയുമ്പോൾ കുറച്ച് ഇത്തിരി പിന്നെ ഇത് അറിവും കുറവായിരുന്നു ആ ജനങ്ങൾക്ക്. പണ്ടത്തെ ഇന്നത്തെ സാഹചര്യം അല്ലല്ലോ. അവരെ നമ്മള് പിന്നെ ലീഡ് ചെയ്ത് പോകാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരെ എല്ലാം പഠിപ്പിച്ചെടുക്കണമായിരുന്നു, അല്ലേ? അങ്ങനെ ആയിരുന്നു. ഞങ്ങളൊക്കെ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, വീട്ടിൽ ചെല്ലുമ്പോൾ
ആ വീട്ടിലെ സാഹചര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് അത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കണമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനുള്ള അറിവേ അന്നത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. വിദ്യാഭ്യാസവും കുറവല്ലേ. ഈ സ്ഥലങ്ങളിലൊക്കെ പാസ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമായിരുന്നു. ഞാൻ കുറച്ച് ഇടയ്ക്കൊക്കെ പോകാറുള്ളായിരുന്നു. ഈ പിള്ളേരെ കുഞ്ഞായിരുന്നത് കൊണ്ട് മൂത്തയാൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. ഞങ്ങൾ കമ്പിളികണ്ടത്ത് വരുമ്പോൾ ഇവിടെ വന്നാണ് അവളെ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. അപ്പം പിന്നെ അടുത്ത ആള് 1.5 വയസ്സാന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ് പിന്നെ മറ്റേ മോളും ഉണ്ടായി. പിന്നെ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് അവരെ എടുത്തോണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്, ദൂരമാണല്ലോ നമുക്ക്, എല്ലാം ദൂരമായതുകൊണ്ട് അന്ന് നമുക്ക് പോകാനൊക്കെ ഇടയ്ക്കൊക്കെ പോവുള്ളായിരുന്നു. 50 വർഷം ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ആയിരിക്കും എന്താണ് ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ടോ? എനിക്ക് ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും ആകാനായിട്ട് ദൈവം സഹായിച്ചല്ലോ അച്ചായന്. അതിനുള്ള ഒരു കഴിവും പ്രാഗൽഭ്യവും പോയി എല്ലാവരെയും ലീഡ് ചെയ്യാനും എല്ലാവരെയും കൂട്ടി കൊണ്ടുപോകാനുമുള്ള ഒരു കഴിവുണ്ടായിരുന്നു. പിന്നെ വചനം സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ദൈവജനം സംസാരിക്കാനുള്ള കഴിവും ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു മേഖലയിലായിരുന്നു കുറച്ചുകൂടെ പ്രയോജനപ്പെട്ടത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനിതിനെ കുറിച്ച് അങ്ങനെ ഒരു ചിന്ത ആദ്യകാലങ്ങളിൽ മക്കൾ കുഞ്ഞായിരുന്നപ്പോ ഒക്കെ വന്നപ്പോ ഞാൻ ജോലി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അച്ചായന് ജോലി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എനിക്ക് ഒരു ജോലിക്ക് പോയായിരുന്നെങ്കിൽ നന്നായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ജോലി അപ്പൊ ആ ജോലിക്ക് പോയില്ലല്ലോ, അതുകൊണ്ട് അത് പോയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അല്ലാതെ അച്ചായൻ ഈ സുവിശേഷ വേല കളഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോകണം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ കലപ്പയ്ക്ക് കഴിച്ച ശേഷം പുറകോട്ട് നോക്കുന്നവന് ദൈവരാജ്യത്തിന് കൊള്ളുകയല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ഓർത്തിട്ടുള്ളൂ. അച്ചായൻ എന്നോട് അങ്ങനെ മിക്കവാറും പറയുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാനും അത് തന്നെ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഇടുക്കിയിലല്ല, മറ്റ് കോട്ടയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസ്ട്രിക്റ്റിലായിരുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കോട്ടയത്തൊന്ന് പോകരുതെന്ന് ഫിലിപ്പ് സാർ പറഞ്ഞു, അച്ചായനോട് പറഞ്ഞു. നിങ്ങൾ പോകരുത്, പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് പോകാതിരുന്നാ മതിയായിരുന്നു. മണർകാടിന് ഞങ്ങൾക്ക് സ്ഥലമാറ്റം തന്നപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്, വണ്ടിപ്പെരിയാറിന് പോരുന്നത്. ഇടുക്കി വന്ന് അച്ചായനെ ദൈവം അനുഗ്രഹിച്ചു. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും പോകാനും വരാനും. നമ്മുടെ ഈ ഭാഗത്ത് തന്നെ നമ്മുടെ എല്ലാ ശുശ്രൂഷകന്മാരും പണ്ടൊക്കെ ഒരു കണ്ടാൽ പോലും ഒരു സ്വതം പോലും പറയുകയില്ലാത്ത കാലഘട്ടത്തിലാണ് ഇവിടെ നമ്മുടെ ഐക്യ പെന്തക്കോസ്തിന്റെ കൂട്ടായ്മ ഉണ്ടാകാനും അതിന് അച്ചായൻ മുൻകൈ എടുത്തെന്നാണ് എൻ്റെ വിചാരം. അതിന് വേണ്ടിയിട്ട് അച്ചായൻ ഒന്നും മിക്കവാറും പോകും. എന്നും അച്ചായൻ രാവിലെ പോവുകയാണ്. അപ്പം പോകുമ്പോ ഈ കാര്യങ്ങൾക്കെല്ലാം പോവുകയും എടുക്കുകയും ചെയ്യാനുള്ള കൃപയും ദൈവം അച്ചായന് കൊടുത്തു. പിന്നെ അതെല്ലാം നിന്നുപോയില്ലേ, ഇപ്പൊ ഒന്നും ഇല്ലല്ലോ. അതിന്റെ വെളിച്ചത്തിലാണ് ബാക്കി സംഘടനകളും. അതെ, നമ്മള് ഗ്രഹാം സ്റ്റെയിൻസിന് പിന്നെ മരിച്ച ആ സമയത്ത് നടത്തിയ റാലിയൊക്കെ ഓർക്കുന്നു. പിന്നെ രണ്ടുപേരും ഇടയ്ക്ക് രോഗികളായിട്ടുണ്ട്. അതെ, ഈ രണ്ട് വർഷം കൊണ്ട് 2 വർഷമായിട്ട് അതിജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോ കൊച്ചുമക്കൾ 2 പേരും ഉണ്ടല്ലോ. അപ്പൊ അവരെ നമ്മൾ നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അത് നമുക്കൊരു പ്രോത്സാഹനമാണ്, ഈ കൊച്ചുങ്ങളുള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും, ഒരാൾ ആ കട്ടിലേയും ഒരാൾ ഈ കട്ടിലേയും കിടക്കും. അതാണ് ഞങ്ങളുടെ മെയിൻ പണി. എന്തെങ്കിലും കഴിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് ഒരു ഊണ് മേടിച്ചിട്ട് ഞങ്ങൾ 2 പേരും കഴിക്കും. അങ്ങനെയൊക്കെയാ. പക്ഷെ ഇവരുള്ളത് കൊണ്ട് നമ്മൾ ഇവരെ പുറകെ എന്തിനേലും വിളിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ അസുഖത്തെ കുറിച്ച് ചിന്തിക്കുകയല്ല. ഞാൻ എൻ്റെ കാര്യമാണ്, അസുഖത്തെ കുറിച്ച് ചിന്തിക്കുകയല്ല. അവരുടെ കൂട്ടത്തിൽ പോകുമ്പോൾ അതെനിക്കൊരു ശരീരത്തിനും ഒരു ബലം, മനസ്സിനും ഒരു ബലം. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ മതി.
അവരെ രാവിലെ സ്കൂളിൽ വിടണം. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത്. അതെ, അത് ശരിയാ. ആ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ധാരാളം സഭകൾ സ്ഥാപിക്കാൻ, ധാരാളം ആത്മാക്കൾ നേടിയെടുക്കാൻ നിങ്ങളുടെ കുടുംബമായിട്ട് കർത്താവ് ഉപയോഗിച്ചു. അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കി. ഈ ലോകത്ത് പല നേട്ടങ്ങളും ഉണ്ടാക്കുന്നതായിരുന്നു, പക്ഷെ നിത്യതയിൽ അതൊന്നും കണക്കാകില്ല. നിത്യതയിൽ ചെല്ലുമ്പോഴേക്കും അതൊന്നും നമ്മുടെ അക്കൗണ്ടിൽ കാണുകയില്ല. എന്നാൽ ഇടുക്കിയെ സ്നേഹിച്ചുകൊണ്ട് ഇത്രയും നാൾ 87-ലാണ് ഞങ്ങൾ കമ്പിളികണ്ടത്ത് വരുന്നത്. 80 മുൻപ് തന്നെ അച്ചായൻ വണ്ടിപ്പെരിയാറ്റിൽ പിന്നെ 4 വർഷം പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. നല്ലൊരു സമയവും ഇടുക്കിയെ അതെ 4 വർഷം മാത്രമേ, 7 എത്ര വർഷമാണ് നമ്മൾ കോട്ടയത്തായിരുന്നു? 7 4 വർഷം കോട്ടയത്തായിരുന്നു. ബാക്കി പിന്നെ 1 വർഷം കണ്ടാൽ മലപ്പുറത്ത്, അത് ആദ്യ കാലത്ത്. ബാക്കി മുഴുവനും ഇടുക്കിയില്ല. സാമൂഹ്യ സേവനം എന്ന് പറയുമ്പോൾ കുട്ടികൾ ആരോടിക്ക് വരുമ്പോൾ ഒരു ഗ്ലാസ് പാല്, 5-6 ബിസ്ക്കറ്റ്, പിന്നെ 3-4 അധ്യാപകരുടെ ഞാൻ അച്ചായനൊക്കെയാ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ചെറിയ ക്ലാസ്സിലെ പിള്ളേരാ, അപ്പൊ അതുകൊണ്ട് ആ പാലും ബിസ്ക്കറ്റും അവർക്ക് കൊടുക്കുന്നത്. 6ാം ക്ലാസ് വരെയുള്ള പിള്ളേരെയാണ് പഠിപ്പിച്ചത്. അവർക്ക് പറഞ്ഞു കൊടുക്കും, അവർക്ക് ആഹാരവും കൊടുക്കും. പിന്നെ സ്കൂൾ യൂണിഫോം, ബാഗ്, കൊട ഇതെല്ലാം സ്കൂൾ തുറക്കുമ്പോൾ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന കാലത്ത് അവിടെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു, റോഡ് സൈഡില്. ഈ മഴ വന്ന, വലിയ മഴ പെയ്യുമ്പോൾ ഈ പിള്ളേര് പ്ലാസ്റ്റിക് കൂടിനകത്ത് ഇങ്ങനെ പുസ്തകവും സ്ലേറ്റും വെച്ചിട്ട് ഇങ്ങനെ തലയെ വെച്ചുകൊണ്ട് ഓടിപ്പോവും. അപ്പം അത് കാണുമ്പോൾ അച്ചായന് വിഷമം വരും. അപ്പൊ അച്ചായൻ പറയും, എനിക്ക് ഈ പിള്ളേർക്ക് കുട മേടിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ കുട മേടിച്ചു കൊടുക്കാൻ തുടങ്ങിയതാണ്. കുടയായി, ബാഗായി, ബുക്കായി എല്ലാം മേടിച്ചു കൊടുത്തു. ദീർഘവർഷം ചെയ്ത് പിന്നെ ഒരു സൗജന്യ തയ്യൽ സ്കൂൾ നടത്തി 30 കുട്ടികളെ പഠിപ്പിച്ചു. തയ്യൽ മെഷീൻ കൊടുത്തു. ഒരു ബാച്ചിനെ ഞാനാ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ വേറെ ടീച്ചർക്ക് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഒരു ബാച്ചിനെ പഠിപ്പിച്ചത്. അതിനു മുമ്പ് ഒരു ടീച്ചറെ വെച്ച് പഠിപ്പിച്ചു. 79 വയസ്സായി. ഈ ഏകദേശം കംപ്ലീറ്റ് പഠിച്ചിരിക്കും. സ്റ്റോപ്പ് അത് മാർക്കറ്റും അളവക്കന്മാരും കുഴപ്പമൊന്നുമില്ല. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. 13 കോടിയുള്ള വൈകിട്ട് 12 2 നേരം ഉച്ചയ്ക്കും എങ്കിലും പോകാനും വരാനും സഹായത്തോടെയാണ് നടത്തി യാത്രകാലം നൽകിയിട്ടുണ്ട്. ഇനി വരും തലമുറകൾ, അതായത് വരും തലമുറയുടെ ഭരണാവസ്ഥ എന്നാണ് പറയാം. വിശേഷി കർത്താവിന്റെ വിളിയുണ്ടെങ്കിൽ ദൈവമായിരിക്കും പോവുക. ന്യായമായി അത് തരാമോ? അതാണ് അതിൽ ആ ഒരു ഉറപ്പിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളെ പരിചയക്കാരാണ് യോശുവാസും അദ്ദേഹത്തിന്റെ സംവിധാനമൊക്കെ ചെറിയൊരു തിയേറ്ററുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു വിചാരിച്ചാല് ആരും അറിയാത്തതിനായിട്ടാണ് ഞാനുള്ളൂ. ദൈവനാമം ബോധത്തിന് വേണ്ടി പറയട്ടെ. ദൈവം എനിക്ക് തന്നത്രയും ചെന്നൈയുടെ സെക്രട്ടറിയായിരുന്നു. വിഘ്നേശ്വരന്റെ വൈസ് പ്രസിഡന്റായിരുന്നു. ഉണ്ണീശ്വരന്റെ ഇടുക്കി കോർഡിനേറ്ററായിരുന്നു. ബാലവട്ടത്തെ കോർഡിനേറ്ററായിരുന്നു. ഇടുക്കി സോണലിന്റെ
ആദ്യത്തെ 2 പേരുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സൺഡേ സ്കൂളിന്റെ വീട്ടിൽ നേരിട്ട് 2 വർഷം പോകും. നേരിട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ 3 വർഷം പ്രവർത്തിപ്പാൻ പാർട്ടി ഇവിടെ അറിയിച്ചിരുന്ന കുറിച്ച് അനുഭവിക്കാൻ കർത്താവ് ഭാഗ്യം നൽകി. അതിലെ ഉള്ള ബന്ധത്തിൽ യുവജനങ്ങളെ സംഘടിപ്പിച്ച് അനുഭവിച്ചോളായി സഹായിക്കും. ഫസ്റ്റ് മിനിസ്ട്രിയുടെ പ്രാരംഭ സമയത്ത് ചർച്ച മിനിസ്ട്രി ചർച്ച് മിനിസ്ട്രിയിൽ ആദ്യം ഞങ്ങള് മലപ്പുറത്തായിരുന്നു ചർച്ച അല്ലായിരുന്നു പൈനീർ കൊടുക്കുന്നുള്ളത്. ചർച്ച് മിനിസ്ട്രിയിൽ ഞാൻ വാളാടിയിലാണ് ചർച്ചിൽ ആദ്യമായിട്ട് വരുന്നത്. അവിടെയും കുറഞ്ഞ വിശ്വാസികളെ ഉണ്ടായിരുന്നു. പടവാതിൽ താമസിച്ചുകൊണ്ടാകും. വെള്ളിയാഴ്ച വരും, ഞായറാഴ്ച ഉച്ചയും. 4 വർഷം അവിടെ ശുശ്രൂഷിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ കോട്ടയത്ത് പഴയ സമയം എനിക്ക് സ്ഥലം മാറ്റം വണ്ടിപ്പെട്ടിയാക്കിയിട്ടുള്ളത് കൂത്താട്ടോട് കൂത്തുകൊണ്ടടുത്തോട്ട് പോകാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും കൂത്താട്ടോടത്തിന് പോകാൻ വേണ്ട ക്രമീകരണം ഇന്നത്തെ പോലെ സൗകര്യമില്ല. ഈ കട്ടി കിട്ടിയ ഉടനെ ഒന്ന് ഞാനോട് ചെന്നോണ്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു പഴയ സഭയിൽ 10-50 അധികം വിശ്വാസികളുണ്ട്. ആ സഭ ഇപ്പൊ 2 ഞങ്ങള് ആലോചിച്ചിട്ട് വേറെ ആളെ ഞാൻ പറഞ്ഞ എന്റെ സഭയിൽ പ്രശ്നങ്ങളൊന്നും 4 വർഷങ്ങൾ ഈ പ്രശ്നമുണ്ടായ സഭയിലുണ്ട്. ഞാൻ എന്നാ ചെയ്യണമെന്ന് പറ്റും. അവരോട് പറഞ്ഞ നീയായിട്ട് പ്രശ്നമൊന്നും പരിഹരിക്കും, എനിക്ക് പ്രയാസമായിട്ട് അങ്ങനെ അവിടെ ചെന്നു. 4 വർഷം അവിടെ ചെയ്തു. ആദ്യത്തെ 1 വർഷം തന്നെ 4-5 പ്രാവശ്യം ചെയ്തിട്ടുണ്ടാകും. ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം പറഞ്ഞ അവസ്ഥയായിരുന്നു. 2 ചേരിയ. അപ്പൊ ഈ 2 ചേരിക്കും ഹിതകരമായ വിധത്തിൽ വേണം മുന്നോട്ട് പോകും. അപ്പം ഈ 5 പ്രാവശ്യം ആദ്യത്തെ വർഷം 5 പ്രാവശ്യം നമ്മുടെ യോശോഭാഷ ഈ ഇടയ്ക്കിടയ്ക്ക് കേന്ദ്രത്തിൽ ആളുകൾ സഭ ഭരിക്കാൻ കഴിയില്ല, പ്രശ്നം പരിഹരിക്കാൻ കൊള്ളതാത്തവരാണെന്ന് ഞാൻ പറഞ്ഞു. ഞാനിത് ആദ്യമേ ഇങ്ങനെയായിട്ട് പ്രശ്നം പരിഹരിക്കും. അതുകൊണ്ടാണ് ആ സ്ഥാനത്ത് 4 വർഷം അവിടെ നോക്കാതെ കർത്താവ് ആലോചന മറച്ചു വയ്ക്കാതെ 4 വർഷക്കാലം ചെയ്തു. അതിനുശേഷമാണ് വീണ്ടും വണ്ടിപ്പെരിയാറിലേക്ക് പോകുന്നത്. 2 വർഷം കൂടെ അങ്ങനെ 6 വർഷം വണ്ടിപ്പെരിയാറിൽ ചെയ്തു. കാര്യത്തോട്ടിലെ വേലയുടെ ആരംഭം വരുന്നത് ഞാൻ അവിടെ ചെന്നു.
വിചാരിതമായിട്ട് ഈ വീട്ടിലേക്ക് സുമതി എന്നാണ് വിചാരം. അവര് അന്ന് ന്യൂ ടെസ്റ്റ്മെന്റ് അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചിട്ട് പോന്നു. ഈ നടപ്പായതുകൊണ്ട് പിന്നെ ഉടനെ അങ്ങോട്ട് പോയില്ലേ. പിന്നെ അവിടുന്ന് ഒരു സഹോദരനോട് പറഞ്ഞു, ഒക്കെ അറിയില്ല, ഒറ്റക്കപ്പള്ളി പുള്ളിക്കാരനോട് അവിടെ പറഞ്ഞു, ഞങ്ങൾ 3 കുടുംബം ആരംഭിക്കുക, ആരാധനിക്കുക, സൗകര്യം തരുകയും പിന്നെ നമ്മുടെ ഭാഷ. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയില്ല. പിന്നെ അവിടെ നിന്നൊക്കെ കുറച്ച് നോക്കിയിട്ട് തിരിച്ചു പോയി. പിന്നീട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പാസ്സാണ് ഇതുപോലെ അവിടെ ഇവിടുന്ന് മാറി ആളുകൾ വേറൊരു കൂട്ടായ്മ അവർക്ക് വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മളുള്ള പ്രശ്നം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോകുന്നതാണ് ഞാൻ. അപ്പൊ ചെറിയ തോതിൽ കയ്യാങ്കളികളാണ് ഉണ്ടായി. അതുകൊണ്ട് വിജയൻ എന്ന് പറഞ്ഞത് നമ്മുടെ പുള്ളി ഭാര്യ 3-ാം പിള്ളേർ വലിയ ഇവരുടെ ബന്ധുവാണ് ഈ മാസി. പക്ഷെ യാതൊരു കാരണവശാലും സഹകരിച്ചു പോകട്ടെ. അങ്ങനെ ആണ് പിന്നെ അവരുടെ വിജയത്തിലോട്ട് ആരാധന കഴിഞ്ഞു. 2 ദിവസം തിരിച്ചിങ്ങോട്ട് നടക്കാൻ ഈ ആരാധന 3-3:15 ആരാധന തിരിച്ച് നടന്നു ബസ്സില്ല. ജീപ്പ് ചിലപ്പോ 3:30 കണ്ടത്ര പോയിച്ചു വരും. ജീപ്പ് വല്ല ഉണ്ടെങ്കിൽ അന്ന് പിന്നെ നടക്കാൻ ആയിരിക്കും. പിന്നെ ആ വേദനയും വളർച്ചയിലെ കൊണ്ടുള്ള പുതിയ കുടുംബമാക്കി സ്ഥലം വാങ്ങിച്ചു കൂടുപടുത്തും അവര് തന്നെ മുൻകൈ എടുത്ത് അന്വേഷണത്താനും സെമിത്തേരിക്ക് അവർ സെന്ററിന് വേണ്ടി അന്വേഷണത്താനും ഞങ്ങൾ നിലവിലാണ് വിവാഹം ചെയ്തിട്ടും 40 പേരോടെ ആരാധിക്കും. ഏതൊരു സമയത്ത് വന്ന് തമിഴ് കൊടുക്കും സ്ഥാനത്തുള്ള ദൈവം അവസരം തന്നു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. കർത്താവ് വിളിച്ചു ഇറങ്ങിപ്പോകുന്നു. അവനെ മാത്രം നോക്കിക്കൊണ്ടിരുന്നവരെ ഞാൻ ഹൈസ്കൂളിൽ പോയപ്പോഴ് എന്റെ അയൽക്കാരായ വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞതാണ്, ശ്രീദാസ് ഭയങ്കര ബുദ്ധിമാൻ, നിങ്ങൾ 2 വട്ടം കഴിയുമ്പോൾ അമേരിക്കയിൽ പോകാൻ വേണ്ടി ഇതുവരെ പോകാനൊക്കത്തില്ല. ഇനിയിപ്പോൾ ശാരീരിക അവസ്ഥയാൽ അങ്ങനെ ഒരു ആശ അവശേഷിക്കുന്നുമില്ല.
നിത്യത്തിലെത്തുമ്പോൾ അമേരിക്ക പോയി കാണും. മോശയോട് ദൈവം പറഞ്ഞു, നീ ഈ ജനവുമായിട്ട് കനാൻ നാട്ടിലെത്തുമെന്ന് പറഞ്ഞു. പക്ഷെ എത്തിയില്ല. അവൻ മരിച്ചതിന് ശേഷം ദൈവം അവനോട് കൊടുക്കും. അപ്പൊ ദൈവീയ വാഗ്ദത്തങ്ങളെ കർത്താവ് നമുക്ക് തരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമ്മുടെ ആദ്യകാലങ്ങളിലെ ഭക്തന്മാരൊക്കെ വിശ്വാസത്തിന്റെ വിലയാണ്. ആ വില ഇന്നും ഈ വിശ്വാസമന്ദിരം എന്ന് പറയുന്നത് സിപിക്കാർക്കുമുണ്ട്. വിശ്വാസത്താൽ അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മുടെയൊക്കെ പാസ്റ്റർമാർ താമസിക്കുന്ന വിശ്വാസ വീടുന്ന മന്ദിരം അപ്പൊ വിശ്വാസത്തിന്റെ വില പറഞ്ഞാണ്ട് കിട്ടും. അത്ര ചോദിച്ച പോലെ എന്നെ ശമ്പളം തരും. ഞാൻ പിന്നെ മലപ്പുറത്തായിരുന്നു പറഞ്ഞത്. മലപ്പുറത്ത് വെച്ച് ഞങ്ങൾക്ക് വളരെ സഹായം നെടുമങ്ങാടുകാരുടെ ലൂതർ മിഷന്റെ പാസ്സുണ്ട്. അപ്പൊ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഉള്ള ആളാണെന്ന് അറിയേണ്ട പുള്ളി അങ്ങോട്ട് തന്നെ ഒത്തിരി കൊണ്ടുവരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ ഒന്നുമില്ലാത്ത പുള്ളിക്ക് അവിടെ കോട്ടയ്ക്ക് ഈ മൈതാനത്തിനടുത്ത് ഒരു 3 നില കെട്ടിടം ആളുകൾക്ക് താമസിക്കാൻ അതിനോട് അവർ സ്വന്തമായിട്ട് സാഹചര്യം. ഇതെല്ലാം ഞാൻ ജർമ്മനി പോയി അവിടെ നിന്ന് സഹായം. ഇവിടെ അന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന 75 വാർത്തകളൊക്കെ ഇഷ്ടപ്പെട്ട എഴുതി കൊടുക്കുന്ന ശമ്പളം സഹായിക്കുന്നു. ഇവരുടെ മൂത്ത ജ്യേഷ്ഠത്തിലെ ഭർത്താവ് പ്രസ്ഥാനം പുള്ളി അമേരിക്കയിലെ വർഷത്തിൽ 2-3 പ്രാവശ്യം എന്നോട് പറഞ്ഞ എന്നോട് പോലെ ഞാൻ എന്നെ വ്യക്തി കൊടുക്കുന്നു. ഉപദേശത്തിന് ചില വ്യത്യാസം. പുള്ളി യേശു നോക്കാൻ നിർബന്ധം സഹിക്കാൻ വയ്യാതെ പുള്ളിയോട് പറഞ്ഞ നല്ലൊരു ഉപദേശം ഉണ്ടാക്കണമെങ്കിൽ യേശു നോക്കാൻ പിന്നെ കർത്താവ് എപ്പോഴേലും നല്ലൊരു പ്രശ്നം അതിനുശേഷം പുള്ളി പോയിച്ചു വരുമ്പോഴും പിന്നെ കുറെ നാളത്തേക്ക് പോയി പോകുന്നത് ദൈവം നമുക്ക് ദൈവം വിളിയുണ്ടെങ്കിൽ മനുഷ്യന്റെ മുഖം ബാക്കി കാര്യങ്ങൾ പാവം ഇതുവരെ നടത്തിയ ദൈവം വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളെ കഴിഞ്ഞ ദീർഘ നാള് ഇടുക്കിയുടെ മണ്ണില് വായിച്ചതിനെ കുറിച്ച് രാമദാസൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആരോഗ്യവും ഒക്കെ ഉണ്ടായിട്ടും വീഡിയോട് സഹകരിച്ച മാസവും കുടുംബത്തിനും സ്നേഹത്തെയും അറിയിക്കുകയാണ്. പ്രാർത്ഥിച്ച് വായിക്കുകയാണ്. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് നന്ദി അറിയിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങളെല്ലാവരെയും ധാരാളമായി